ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളിവിടെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ്. നമ്മളിന്നൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടായി ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിക്കണം. ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ ഇപ്പോൾ നമുക്ക് നടന്നു കേട്ടോ, കാര്യം നടന്നു. അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ കാണാനൊരു കൊതിയുണ്ട്. ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അടുത്തുമാണ്. എപ്പോഴും പറയും കാസി നമുക്ക് പോകണം. നമ്മൾ നാട്ടു ചന്തയിൽ പോയതാണ് കേട്ടോ, കൽപ്പകഞ്ചേരി. അങ്ങനെ ഇതാ വന്നിട്ട് നല്ല വെയിലാണ്. ഇപ്പോൾ വൈകുന്നേരം ആയാലും അത്യാവശ്യം നന്നായിട്ട് വെയിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു 3 മണിക്ക് ആകുമ്പോഴാണ് പോയത്. കാസി ഭക്ഷണം കഴിക്കാൻ വന്ന് പിന്നെ ഞാൻ റെഡിയായി അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചന്തയിൽ ഇങ്ങനെ ആൾക്കാർ വരുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങനെ ആൾക്കാരൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ചെടികളും അതേപോലെ ഫ്രൂട്ട്സ്, വെജീസ്, മീൻ, ഇറച്ചി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. കോഴിയൊക്കെ ഉണ്ട് കേട്ടോ, കച്ചവടം ചേനയും കോഴിയും കോഴീൻ്റെ മുട്ടയും അങ്ങനത്തെ സംഭവങ്ങൾ, ചെള്ളി, ശർക്കര അങ്ങനെയൊക്കെ ഉണ്ട്. ബീഫ്, മട്ടന്, അതേപോലെ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചിക്കനും ബീഫും മട്ടനൊന്നും വില കുറവായിട്ട് എനിക്ക് തോന്നിയില്ല. ബീഫിന് കുറച്ച് വില കുറവുണ്ട് കേട്ടോ, നമ്മളവിടെ കിട്ടുന്നതിനേക്കാളും കുറവുണ്ട്. പിന്നെ വെജീസ് നമ്മൾ വല്ലാതെ നോക്കിയിട്ടില്ല, നോക്കിച്ച് വില ഒന്നും ചോദിച്ചില്ല. അതിലിടയ്ക്ക് ചിരങ്ങുണ്ടല്ലോ നമ്മളെ ഉപ്പേരി വെക്കണേ, അതിന് നല്ല വില കുറവായിട്ട് തോന്നി. പിന്നെ നമ്മൾ മറ്റുള്ള വെജീസൊന്നും നമ്മൾ നോക്കില്ല. ഞാൻ ചെടികളിലൊക്കെ ഒന്ന് പോയി നോക്കി, വാങ്ങിക്കാനല്ല, കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങളായിട്ട് നമ്മൾ സ്കൂട്ടി ആയിട്ടല്ലേ പോയത്, തന്നെ വരാനൊന്നും പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ ലാസ്റ്റ് ആപ്പിങ്ങിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ബേക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ചന്ത എന്നൊക്കെ പറഞ്ഞാൽ ഈ ആട്, പോത്ത് ഇതിനൊക്കെ വിൽക്കാനൊക്കെ കൊടുന്ന് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, ഒക്കെ ഭക്ഷണ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ചിക്കനും മട്ടനും ബീഫൊക്കെ ഉണ്ട്, അങ്ങനെ ഉള്ളൂ. പിന്നെ കോഴീനെ വിൽക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നല്ല ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്, പിന്നെ ചട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ എന്താ തോർത്ത്, ലുങ്കി, പിന്നെ കുട്ടികളുടെ ബനിയന്, പലോസ പാൻറ്റ്, ഷോൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, കുവ, പിന്നെന്താ പറയുക, കപ്പ, അങ്ങനെ കിഴങ്ങ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് കൂടുതലും അവിടെ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുന്ന് വെക്കലും, പിന്നെ എന്താ പറയുക, ഇങ്ങനെ അവരവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് തോന്നുന്നു കൂടുതൽ. പിന്നെ കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്നവരുണ്ടാവില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് തോന്നുന്നു കേട്ടോ. പിന്നെ വെറ്റിലുണ്ടായിരുന്നു, പിന്നെന്താ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് കാണാത്ത, നമ്മൾ എപ്പോഴും കിട്ടാത്തൊരു സംഭവം ഉണ്ടല്ലോ, പയറിൻ്റെ ഇല, അങ്ങനത്തെ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കെട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവരുടെ നില വാങ്ങിച്ചു. പിന്നെ അതേപോലെ എന്താ പറയുക, കിട്ടണില്ലേ പറയാൻ, പൊന്നാങ്കണ്ണി, അത് ഉപ്പേരി വെക്കുമല്ലോ, ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ അതുണ്ടായിരുന്നു അവിടെ. നാടൻ പയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് എങ്ങനെ പോകണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും അത് പോയി കണ്ടു പോന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല ഉണക്കമീനുകളുണ്ടായിരുന്നു കേട്ടോ. ഉണക്കസ്രാവ്, കൂന്തൾ, മാതള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണക്കിയെടുത്ത മീനുകൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെള്ളി അതുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ, വെറ്റില, അങ്ങനത്തെ നമ്മൾ എപ്പോഴും എവിടെയും കാണാത്ത എപ്പോഴും നാടൻ പുളി ഉണ്ടാവുമല്ലോ, വാളം പുളി, അതുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ചധികം സാധനം നമ്മൾ എങ്ങനെ ചുറ്റി നടന്ന് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്ന് കണ്ടിട്ടോ. ഒരു തലക്കുന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കേപ്പിലൂടെ ഇങ്ങനെ പോയി കുറേ ഉണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് അത്ര വലിയതായിട്ട് തിരക്കില്ല, കാരണം ഒന്ന് വൈകുന്നേരം നന്നായിട്ട് ആകുമ്പോഴേക്കിനും നല്ല ആൾ വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് മാങ്ങ വാങ്ങിച്ച്, മുന്തിരി വാങ്ങിച്ച്, പിന്നെ നമ്മൾ പപ്പായ വാങ്ങിച്ചു. ഇവർ എവിടെ പെരിന്തൽമണ്ണ ഇവിടുന്ന് കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് പറഞ്ഞു. നല്ല അടിപൊളി പപ്പായ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ നമ്മൾ 2 പപ്പായ വാങ്ങിച്ചു. ഇവരുടെ തന്നെ നമ്മൾ പയറിൻ്റെ ഇലയും വാങ്ങിച്ചു. ഇവർ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്, ഇവർക്ക് ഒരുപാട് കൃഷിയുണ്ട്, കാണണമെങ്കിൽ വന്നോളി എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ടൈപ്പ് പയറ്റിൻ്റെ ഇലയുണ്ടോ വാങ്ങിച്ച്, നമ്മൾ പയറ്റിൻ്റെ ഇല എന്ന് പറയും. പയറിൻ്റെ ഇല ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല പച്ച വെളിച്ചെണ്ണയും ചമ്മന്തിയൊക്കെ പിടിച്ചിട്ടിട്ട് കാസിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാസി അത് കണ്ടപ്പോൾ തന്നെ നമുക്കിത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച്. അങ്ങനെ നമ്മൾ പപ്പായ അതൊക്കെ വാങ്ങിച്ച്, പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ച്, പിന്നെ എന്താ വാങ്ങിച്ച്, പുളിയച്ചാറുണ്ടായിരുന്നു. പുളിയച്ചാറുണ്ടല്ലോ, ഈ കുഞ്ഞു കടകളിലൊക്കെ കിട്ടുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്കും എനിക്കൊക്കെ വാങ്ങിച്ച്. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ച്. പച്ചക്കറി ഒന്നും നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിച്ചില്ല കേട്ടോ. നമ്മൾ ശരിക്കും എന്താ പറയുക, ഇത് ശർക്കരയാണ് കേട്ടോ.
നമ്മളങ്ങനെ സാധനം വാങ്ങിക്കാനും വിചാരിച്ച് പോയതല്ലേ. നമ്മളെ നാട്ടിൽ കാണാത്ത, എപ്പോഴും കച്ചവടമായിട്ട് ആൾക്കാർ കൊണ്ട് നടക്കാത്ത, എപ്പോഴും കിട്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ കണ്ടപ്പോൾ അങ്ങനെ അതും ഇതൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം വാങ്ങിച്ചത്രേ ഉള്ളൂ. നല്ല ജിലേബി, ലഡു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി, നല്ല ചുറുചുറുക്കുള്ള 2 ചെക്കന്മാരുണ്ട് കേട്ടോ കച്ചവടം ചെയ്യണേ. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് ബേക്കറി വാങ്ങിച്ചെന്ന് ഞാൻ അവിടുന്ന് പുളിച്ചാറ് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൽപ്പകഞ്ചേരിയിലുള്ള ഈ ഒരു പള്ളീൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത്, നാട്ടുചന്ത. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ അസ്രവാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ നിന്നുണ്ട് പോകുന്നത്. അപ്പോഴേക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമ്മളിതാ മുന്തിരി, ഓറഞ്ച് അല്ല കേട്ടോ, മാങ്ങ ജ്യൂസ് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ അത്ര പോരായിരുന്നു, മുന്തിരി നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പയറിൻ്റെ ഇല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പയറിൻ്റെ ഇല കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് കാക്കാൻ്റെ വീട്ടിലൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ മോന് കപ്പ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വാങ്ങിച്ചത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മെയിനായിട്ട് നമ്മൾ പോയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സാധനം ഇതായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത്. പിന്നെ നമ്മളിപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും എന്താ പറയുക, ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാവർക്കും പറ്റും അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിയായിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഇപ്പോൾ നമ്മളിത് റെഡിയായി കേട് വന്ന് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നന്നായി ഒരുപാട് വീഡിയോ ഇടണം ചെയ്യണം എന്നൊക്കെ. പിന്നെ നമ്മൾക്ക് മടി പിടിച്ച് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതങ്ങോട്ട് ലൈറ്റ് ആവണതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തതാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കപ്പ് കേക്ക്, ഇങ്ങനെ ഈ ഒരു പൊതിഞ്ഞ കേക്ക് ഐറ്റംസും മധുരമുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് കിച്ചൺ ആകെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏതായാലും എടുത്ത് വെക്കട്ടെ. ഇനി പിന്നെ എന്താ, പപ്പായ നല്ല അടിപൊളി പപ്പായ ഉണ്ട്. നമ്മൾ ഡെയിലി ഇവിടെ പപ്പായ എപ്പോഴും വാങ്ങിക്കുന്ന സംഭവമാണ്. അത്യാവശ്യം എന്താ പറയുക, നല്ല പഴുത്തിട്ടുള്ള പപ്പായ ഉണ്ട് കേട്ടോ. ജ്യൂസ് അടിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പപ്പായൻ്റെ കവറിൽ നിന്ന് ബീഫ് വെച്ചിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടുന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ വാങ്ങിച്ച്, പപ്പായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കസ്രാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കന് നമ്മൾ പുല്ലൂരിന്നാണ് വാങ്ങിച്ചത് നമ്മൾ വരുന്ന വഴി. പിന്നെ ബീഫ് വാങ്ങിച്ചത് അവിടെ നിന്നാണ്. ബീഫിന് നമ്മളിവിടെ തന്നെക്കാൾ ഒരു 100 രൂപ കുറവുണ്ട് കേട്ടോ 1 കിലോമേൽ. അതങ്ങനെ തന്നെ ആവും നമുക്ക് തോന്നുന്നത്. പിന്നെ ഉണക്കസ്രാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കണത് ഉണക്കിനൊക്കെ കാര്യം കേൾക്കുമ്പോഴും തിന്നും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി കഴിക്കൂലെന്ന്. പക്ഷേ ഉണക്കസ്രാവ്, ഉണക്കമീൻ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ, അതുകൊണ്ടാവും ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഏതായാലും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ആക്കുക. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യും. ഒരാഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങോട്ട് പറ്റണില്ല കേട്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വഴുകി പോകുന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ഉഷാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ മുന്തിരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വേവിച്ചെടുത്തിട്ട് ജ്യൂസ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചൂട് സമയമല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും ജ്യൂസൊക്കെ ചോദിച്ച് വരുമ്പോൾ കൊടുക്കാനായിട്ട് നല്ലതാണ്. മോനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ പിന്നെ ഇത് മച്ചലിങ്ങനെ കഴിക്കുമല്ലോ അല്ലാണ്ട്. മാങ്ങയൊക്കെ ഒന്ന് എടുത്ത് വെച്ച്, മാങ്ങ അത്ര പോരട്ടോ, ചിലത് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഏതായാലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.